നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. മുഖം നോക്കാതെ നടപടി. കോഴിക്കോട് ചെമ്പനോടയിലെ കർഷക ആത്മഹത്യയിൽ സമഗ്ര ഇടപെടലുമായി സർക്കാർ. സംഭവത്തിൽ ആരോപണ വിധേയനായ വില്ലേജ് അസിസ്റ്റന്റിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ്. റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തിയത് 7 മുതൽ 10 വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ. ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പേരാമ്പ്ര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച് അന്വേഷണ സംഘം. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ഉപലോകായുക്തയും. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തത് ചെമ്പനോട വില്ലേജ് ഓഫീസർ KO സണ്ണി, മുൻ വില്ലേജ് അസിസ്റ്റന്റ് സലീഷ് തോമസ് എന്നിവർക്കെതിരെ. ഉദ്യോഗസ്ഥർ ജൂലൈ 26 നേരിട്ട് ഹാജരാകണമെന്നും നിർദ്ദേശം. വിഷയം കൈകാര്യം ചെയ്യുന്നതിലെ ഉദ്യോഗസ്ഥ വീഴ്ച പരിശോധിക്കാൻ വില്ലേജ് ഓഫീസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേരിട്ട് തെളിവെടുപ്പ്. പ്രാഥമിക പരിശോധനയിൽ ഉദ്യോഗസ്ഥ വീഴ്ച തെളിഞ്ഞെന്നും ചെമ്പനോടയിലെ പ്രധാന പ്രശ്നം പട്ടയമെന്നും PH കുര്യൻ. പടരുന്ന പനിപ്പേടി. പകർച്ചപ്പനി തടയാൻ ശക്തമായ പ്രതിരോധ നടപടികൾ തുടരുമ്പോഴും സംസ്ഥാനത്തെ പനിമരണങ്ങൾക്ക് ഇന്നും ശമനമില്ല. പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ എത്തിയവരിൽ 157 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ 19 പേർക്ക് H1N1. പനിക്കടിമപ്പെട്ട് ഇന്നലെയും ഇന്നുമായി ജീവൻ നഷ്ടമായത് പിഞ്ചുകുഞ്ഞടക്കം 15ഓളം പേർക്ക്. പകർച്ചപ്പനി അനിയന്ത്രിതമായതോടെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കുമെതിരെ സ്വമേധയാ കേസെടുത്ത് ഉപലോകായുക്ത. നടപടി ഡെങ്കിപ്പനിയും പകർച്ചവ്യാധികളും പടരുന്ന സാഹചര്യത്തിലെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ. ഉദ്യോഗസ്ഥർ അടുത്ത മാസം 3 നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും നിർദ്ദേശം. അന്വേഷണം ആരിലേക്ക്? കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. പൾസർ സുനിയുടെ സഹതടവുകാരൻ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് DGPക്ക് ദിലീപ് പരാതി നൽകിയതിന് പിന്നാലെ പണം ആവശ്യപ്പെട്ട് പൾസർ സുനി എഴുതിയ കത്ത് പുറത്ത്. വാഗ്ദാനം ചെയ്ത പണം തരണമെന്നാവശ്യപ്പെടുന്ന കത്തിൽ തനിക്കൊപ്പമുള്ള 5 പേരെ രക്ഷിക്കണമെന്നും പിടിയിലായ ശേഷം താരം തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാമർശം. കേസിൽ പേര് പറയാതിരിക്കാൻ പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു 1.5 കോടി ആവശ്യപ്പെട്ടെന്ന് ദിലീപും നാദിർഷയും. പണം നൽകിയില്ലെങ്കിൽ കേസിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി 2 മാസം മുൻപ് DGPക്ക് നൽകിയ പരാതിയിൽ താരങ്ങൾ. പുതിയ സംഭവ വികാസങ്ങൾ കേസിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ. വിഷയത്തിൽ തുടരന്വേഷണത്തെ സ്വാഗതം ചെയ്ത ദിലീപ്. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അറിയില്ലെന്നും ശബ്ദരേഖ സഹിതം DGPക്ക് നൽകിയ പരാതിയിൽ ദിലീപ്. കേസിൽ ദിലീപിന്റെ പേര് പറയാൻ പണം വാഗ്ദാനം ചെയ്ത് തന്നെ നിർബന്ധിച്ചെന്ന് നാദിർഷ. ഫോൺ സംഭാഷണത്തിലൂടെ വിഷ്ണു പറഞ്ഞ പ്രമുഖരിൽ നടന്മാരും നിർമ്മാതാക്കളുമുണ്ടെന്നും വെളിപ്പെടുത്തൽ. അതേസമയം പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസൺ പോലീസിനു നൽകിയ മൊഴിയിൽ സിനിമാ മേഖലയിലെ ആരുടെയും പേരില്ലെന്ന് വിവരം. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നും ജയിലിൽ വെച്ച് സുനി മൊബൈലിൽ നിരവധി പ്രമുഖരെ ബന്ധപ്പെട്ടിരുന്നെന്നും മൊഴി. അതിനിടെ വിഷയത്തിൽ CBI അന്വേഷണ ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് കത്തയച്ച് PT തോമസ് MLA. തത്തയ്ക്ക് ക്ലീൻ ചിറ്റ്. ജേക്കബ് തോമസിനെതിരായ അനധികൃത സ്വത്ത് കേസിൽ അന്വേഷണം വേണ്ടെന്ന് വിജിലൻസ്. ആരോപണം ഉന്നയിച്ച കണ്ണൂർ സ്വദേശി മതിയായ തെളിവുകളോ രേഖകളോ ഹാജരാക്കിയിട്ടില്ല. വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഡയറക്ടർക്കെന്നും ബെഹ്റയ്ക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ SP. ജേക്കബ് തോമസിനെതിരായ ആരോപണം കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഡയറക്ടറായി പ്രവർത്തിക്കവേ തമിഴ്നാട്ടിലെ രാജപാളയത്ത് ഭാര്യയുമായി ചേർന്ന് 100 ഏക്കർ ഭൂമി വാങ്ങിയെന്നും ഇക്കാര്യം സർക്കാരിൽ നിന്ന് മറച്ചുവെച്ചെന്നും വിഷയത്തിൽ പ്രതികരണത്തിന് മുതിരാതെ ജേക്കബ് തോമസ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.